മക്കള് നന്നാവാൻ ഒന്ന് നമ്മൾ പറഞ്ഞ ദുആ, രണ്ട് ഇൽമിയായ ലോകം അവർക്ക് ബോധ്യം നൽകണം, അവരതിലേക്ക് വിടണം. എൻ്റെ മോൻ, എൻ്റെ മോൾ, മക്കൾക്ക്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പഠിക്കാൻ എന്തെല്ലാം അവസരങ്ങൾ നമ്മുടെ നാട്ടിൽ ഉസ്താദുമാര് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ആ അവസരം നമ്മൾ ഉപയോഗിക്കണം. ഒരൊറ്റൊരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. മൂന്നാമത്തത്, നമ്മളെ മക്കൾ നന്നാവണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട മൂന്നാമത്തെ കാര്യം അക്കലുൽ ഹലാൽ. മക്കൾ കഴിക്കുന്ന ഫുഡ് ഹലാലായിരിക്കണം. ഒരു ലുഖ്മത്ത്, ഒരു പിടി ഫുഡ് ഹലാലല്ലാത്തത് വയറ്റിലെത്തിയാൽ പിന്നെ ദുആഇന് ഉത്തരം കിട്ടൂല. അതാ പ്രശ്നം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞല്ലോ, നബിയെ, ദുആഇന് ഉത്തരം കിട്ടുന്ന ആളായി എനിക്ക് മാറണം. അതിനെന്താ വഴി? അത്തിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. മോനെ, ദുആഇന് ഉത്തരം കിട്ടണോ? മോന് കഴിക്കുന്ന ഫുഡ് ഹലാലാണെന്ന് കൺഫേം ചെയ്യണം. കിട്ടിയത് മൊത്തം തിന്നരുത്, കണ്ടത് മുഴുവനും വിഴുങ്ങരുത്. ഹലാലാണോ ഹറാമാണോ നമുക്കറിയണം. സൂക്ഷ്മതയുടെ അധ്യായം നമ്മൾ വായിക്കണം. അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ വേഗം പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചല്ലോ, എന്താ മോനെ വേഗം പോണത്? അപ്പുറത്തെ വീട്ടിലെ ഈന്തപ്പന മരത്തിൽ നിന്നുള്ള ഈത്തപ്പഴം കാറ്റടിച്ചാൽ വീഴും, എൻ്റെ പറമ്പിലേക്കാ വീഴുക. എൻ്റെ മക്കളാണെങ്കിൽ പട്ടിണിയിലായി ജീവിക്കുന്ന മക്കളാ. ആ മക്കളെങ്ങാൻ ഈ പഴുത്ത ഈത്തപ്പഴം എടുത്ത് തിന്നാലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ വേഗം പോയി അവർ ഉറക്കത്തുനിന്ന് ഉണരുന്നതിന് മുമ്പ് എന്നെ പെറുക്കിയെടുത്ത് അപ്പുറത്തേക്ക് ആ വീട്ടിലെ പറമ്പിലേക്ക് എറിയാൻ വേണ്ടിയാണ്. ആ ഉപ്പാൻ്റെ സൂക്ഷ്മത കണ്ടങ്ങൾ. മക്കൾ ഹലാല് കഴിക്കണം. നമ്മളോട് എല്ലാവരോടും കൂടിയാണല്ലോ ഈ വയല് പറയണത്. അറുത്തിട്ടുണ്ടോ, കഴിക്കാൻ പറ്റുന്നതാണോ, നമുക്ക് പറ്റുന്നതാണോ എന്നൊക്കെ നമ്മളുടെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടാകണം. നമ്മളുടെ വയറ്റിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന ഫുഡിന് നമുക്കൊരു സൂക്ഷ്മത ഉണ്ടാവും. പഴയ കാലത്ത് ഉമ്മമാർ വിളിച്ചു പറയത്രേ, ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോ ഫുഡ് വൈകുന്നേരം രാത്രി കൊണ്ടുവരാനല്ലേ അധ്വാനിക്കാൻ ജോലിക്ക് പോണത്. ശരി, വൈകുന്നേരം വെറും കൈയോടെ വന്നിട്ട് നമ്മൾ പട്ടിണി കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഹറാമ് കൊണ്ടുവന്നിട്ട് നരകം തീറ്റിച്ചേക്കല്ലേ എന്ന് അവർ പറയത്രേ. അല്ലാതെ എന്തല്ല, ലോണാണെങ്കിൽ ലോൺ എടുത്തിട്ട് ഒരു വണ്ടി എടുക്കുവാൻ അങ്ങനല്ല. ഭാര്യമാര് ശരിക്ക് ഭർത്താക്കന്മാരെ നന്മക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഭാര്യമാരാണ് ആവേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്തുണ്ടല്ലോ, അല്ലാഹു എൻ്റെ അഹ്ലുകാരെ മുഴുവനും ഖുർറത്തു ഐനാക്കണേ എന്ന് ദുആർക്കണം എന്നാ പറയണത്. അള്ളാഹിനോട് ദുആർക്കേണ്ട ദുആഇന്റെ ടേം അള്ളാഹ് തന്നെ പഠിപ്പിച്ചു തരും. ആ ദുആഇന് എത്ര കടുപ്പുണ്ടാവും? 1000 വട്ടം മലയാളത്തിൽ ദുആർന്നാൽ ആ ദുആഇന്റെ ഫലം ഉണ്ടാവോ? അള്ളാഹിനോട് ദുആർക്കേണ്ടത് എന്താണെന്ന് അള്ളാഹ് തന്നെ പഠിപ്പിച്ചെന്ന ദുആ ആണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ എന്ന് പറയുന്നത്. എൻ്റെ അഹ്ലുകാരെ, എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ എനിക്ക് ഖുർറത്തു അയിനാക്കി തരണേ. കൺകുളിർമ എന്ന് അതിന് മലയാളത്തിൽ അർത്ഥം വെച്ചിട്ട് എന്താ അർത്ഥം കിട്ടേണ്ടത്? കൺകുളിർമ എന്താ അതിന്റെ അർത്ഥം? എന്താണ് ഖുർറത്തു അയിൻ എന്ന് പറഞ്ഞാൽ? മഹാന്മാരോട് ചോദിച്ചല്ലോ ശിഷ്യന്മാര്, സതേ ഈ ഖുർറത്തു അയിൻ എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ കൺകുളിർമയായിട്ട് മക്കളെ കാണണം, ഭാര്യനെ ഭർത്താവിനെ കാണണം എന്നാണോ? ബൽഫി ദുനിയ, ദുനിയാവ് തന്നെ, ദുനിയാവ് തന്നെ മക്കളെ കൺകുളിർമയായി കിട്ടണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുതഈന ലില്ലാഹി തആല. പാതിരാക്ക് ഉമ്മ മൂത്രൊഴിക്കാൻ മുട്ടിയിട്ട് 3:30 എണീറ്റപ്പോൾ ഫാത്തിമ എന്ന മോള് 3:30 എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നത് ബെഡ്റൂം എന്ന് കണ്ടപ്പോൾ ഉമ്മന്റെ കൺകുളിർമുണ്ടല്ലോ, അതന്നെ ഈ ഖുർറത്തു അയിൻ. കണ്ട കടങ്ങള്. അതേ വീട്ടിന്റെ അപ്പുറത്തുള്ള ഒരു ഉമ്മ പാതിരാക്ക് എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കാരത്തിന് പോകുമ്പോൾ വുളു എടുത്തിട്ട് വരുമ്പോ ഒരു അരണ്ട വെളിച്ചം കാണുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ മൂത്ത മോന് +2 കാരൻ ഇൻസ്റ്റഗ്രാമിലാണ്. അപ്പൊ മനസ്സിലായി എന്താണ് കൺകുളിർമ. നമുക്ക് മനസ്സിലായില്ലേ എന്താ കൺകുളിർമ? യെസ്, അള്ളാഹിനോട് ദുആർക്കണം, അല്ലാഹ് എൻ്റെ മക്കളെ കൺകുളിർമയാക്കി തരണേ. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയാ, മക്കള് മര്യാദയ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഒരു ഉപ്പാക്കുമ്മാക്ക് കൺകുളിർമ ലോകത്ത് എന്തുണ്ടാവുക?
ഖത്മോദി തീർക്കുന്ന. നിങ്ങൾ ആലോചിച്ചൊക്കെ ഇപ്പൊ ഇവിടെ ഒരു മോനെ 9 മാസം കൊണ്ട് ഹിഫ്ള് പൂർത്തിയാക്കിയിട്ട് ആരെ മുമ്പിലാ ഖത്മ പൂർത്തിയാക്കിയത്? ആരെ മുമ്പിലാ? സയ്യിദ് അലി ഫഖീഹ് തങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ കാരണവരാ. ആ സയ്യിദ് അവരുടെ മുമ്പിൽ നിന്ന് ഖത്മ പൂർത്തിയാക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് അവിടുന്ന് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മോനെ ലഭിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇതന്നല്ലേ കൺകുളിർമ എന്ന് പറഞ്ഞാൽ? ഇങ്ങനെയല്ലേ മക്കളായി കിട്ടേണ്ടത്? കേട്ടിനോ നിങ്ങൾ ഫറൂഖ് എന്ന ഉപ്പാന്റെ കഥ നിർമ്മിച്ച ഒരു കഥയുണ്ടത്. ഫറൂഖ് എന്ന ഉപ്പാന്റെ കഥ വായിച്ചിട്ടുണ്ടോ? വഫയാത്തുൽ അയാനിൽ കാണാം. ഉമറുൽ ബുൽഖീനി തങ്ങളുടെ തദ്കിറയിൽ നിന്ന് നമുക്ക് വായിക്കാം. ഫറൂഖ് എന്ന ആള് ഭാര്യ ഗർഭിണിയായിരിക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ 30,000 ദിർഹം കൊടുത്ത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, പിന്നെ നീ ഇപ്പം വയറ്റിൽ കുട്ടിനെ വെച്ചിട്ടല്ലേ ഉള്ളത്, പ്രസവിച്ചാല് ആരാണെങ്കിലും കുട്ടിനെ ഇൽമു പഠിപ്പിക്കാനാണ് ഈ പണം എന്ന് പറഞ്ഞിട്ട് പോയി. കച്ചവടവും മറ്റു ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഫറൂഖ് പോയിട്ട് തിരിച്ചു വരുന്നത് എത്ര കൊല്ലമാണെന്ന് നമുക്ക് ആലോചിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. 2 കൊല്ലം 3 കൊല്ലം ഒക്കെ പണ്ട് പ്രവാസ ലോകത്ത് പോയാലുണ്ടായിരുന്നു. ഇതല്ല, 27 കൊല്ലം കഴിഞ്ഞിട്ടാ വീട്ടിൽ തിരിച്ചു വന്ന്. 27 കൊല്ലം കഴിഞ്ഞിട്ട് പഴയ ഓർമ്മയിൽ പരതി പിടിച്ചിട്ട് കയ്യിലുള്ള കുന്തവും ഒക്കെ വെച്ചിട്ട് വാതിൽ മുട്ടി പഴയ ഓർമ്മയിൽ. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് വന്നു. എന്താ, എൻ്റെ വീട്ടിലേക്ക് ഒരു അതിക്രമിച്ച് കയറുന്ന ഫീലിങ്ങിലാണല്ലോ ഉള്ളത്, എന്താണ് എന്ന് ചെറുപ്പക്കാരന്റെ ചോദ്യം കേട്ടപ്പോ ഫറൂഖ് ചോദിച്ചു, നിങ്ങളെ വീടോ? ഇത് എൻ്റെ വീടാണേ. എവിടുന്നോ വന്നിട്ട് നിങ്ങളെ വീടോ? നിങ്ങൾ നീ പറയണത്? നാട്ടുകാർ ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ തടിച്ചുകൂടി. അപ്പോഴാണ് വീട്ടിന്റെ ഉള്ളിൽ നിന്നൊരു പെൺ ശബ്ദം. ആര്? ഫറൂഖിന്റെ ഭാര്യ. നാട്ടുകാർ നിങ്ങൾ പോയിക്കോളി, ഈ വന്ന ചെറുപ്പക്കാരൻ, ഈ വാതിൽ തുറന്നു കൊടുത്ത ചെറുപ്പക്കാരൻ എൻ്റെ മോനും അവരുടെ ഒക്കെ മോൻ തന്നെയാണ്. അവരെൻ്റെ ഭർത്താവാണ്. 27 കൊല്ലം മുമ്പ് അവര് പോകുമ്പോൾ ഞാൻ ഗർഭിണിയാണ്. ഇപ്പം എൻ്റെ മോന് 26 വയസ്സുള്ള എൻ്റെ മോൻ തന്നെയാണ്. ഉപ്പയും മോനും തിരിച്ചറിയാത്തോണ്ടുള്ള അടിപിടിയാ. അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളി. ഉപ്പയും മോനും കെട്ടിപ്പിടിച്ച് പൊരുത്തപ്പിടിച്ച് ചുടുചുംബനങ്ങൾ നൽകിയിട്ട് ഉപ്പ ഫറൂഖ് വീട്ടിൻ്റെ ഉള്ളിലേക്കും മോന് പുറത്തേക്കും പോയി. കുറഞ്ഞ സമയം കഴിഞ്ഞിട്ട് ഫറൂഖ് ഭാര്യനോട് ചോദിച്ചു, പണ്ടൊരു 30,000 എന്നെ ഏൽപ്പിച്ചിട്ടില്ലേ? അതെവിടെ? ആക്കെ വെക്കേണ്ടടുത്ത് വെച്ചിട്ടുണ്ട്. കയറിയ വാടന്നെ ഇതാ ചോദിക്കണത്. മസ്ജിദുൻ നബവി മദീനയിലല്ലേ സംഭവം? നിങ്ങളൊന്ന് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷായി കുളിച്ച് മദീനത്തെ പള്ളിയിൽ പോയി ഒന്ന് നിസ്കരിച്ചിട്ടെല്ലാം വരിയെന്ന് പറഞ്ഞു. നിസ്കരിക്കാൻ അങ്ങോട്ട് പോയപ്പോൾ ലോകം അറിയപ്പെട്ട ഇമാമിങ്ങളുടെ കേന്ദ്രം കൂടിയാണല്ലോ ഇമാമുദാരിൽ ഹിജറ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 100 കണക്കിന് ശിഷ്യന്മാര് ഇരിക്കുന്ന ദർസ്, അഥവാ ഇമാം മാലിക് തങ്ങളടക്കം ശിഷ്യന്ന്. അപ്പൊ ആരായിരിക്കും മുദരിസ് എന്ന് അറിയാൻ വേണ്ടി വളരെ ആകാംക്ഷയോടെ ഫറൂഖ് ഇങ്ങനെ എത്തി ഇങ്ങനെ നോക്കുമ്പോൾ ഒരാളിങ്ങനെ ദർശനം നടത്തുന്നു. ഞാൻ നോക്കുന്നതിനനുസരിച്ച് മൂപ്പരുടെ മുഖം താഴേക്ക് ഇങ്ങനെ കുനിഞ്ഞു കൊണ്ടുപോവാണ്. സൂക്ഷ്മതയോടെ നോക്കിയപ്പോൾ നേരത്തെ എൻ്റെ വൈഫ് പരിചയപ്പെടുത്തി തന്ന മോന്. സുബ്ഹാനല്ലാഹ്. ഇതിനാണ് മലയാളത്തിൽ കൺകുളിർമ എന്ന് പറയുന്നത്. കരയെ വേണ്ടി ചിരിക്കേ വേണ്ടിയും തിരിയാതെ കണ്ണിന്ന് വെള്ളം വരികയാണ്, ഓടി വരികയാണ്. തൻ്റെ ആരോഗ്യം കൊണ്ട് ഓടാൻ പറ്റുന്ന രീതിയിൽ ഓടി വന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് വൈഫിനോട് പറയണത്, ഞാനൊരു അത്ഭുതം കണ്ടു മോളെ, 100 കണക്കിന് ഇമാമിങ്ങൾക്ക് ദർസ് എടുത്ത് നമ്മളെ മോന്. ഇപ്പൊ വൈഫ് പറഞ്ഞൊരു വർത്താനുണ്ട്, നിങ്ങൾ തന്ന 30,000 അതിനാണ് ഈ 26 കൊല്ലമായിട്ട് ഞാൻ ചെലവഴിച്ചത്, വെക്കേണ്ടടുത്ത് തന്നെയല്ലേ വെച്ചത്. ബിഗ് ലേക്ക്, നിനക്കാണ് എല്ലാ ലേക്കും ഭാര്യക്ക്. കർട്ടന്റെ അപ്പുറത്ത് ഉമ്മമാരുണ്ടല്ലോ, ആ ഇമാം ആരാന്നറിയോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ റബീഅത്തു റൈ റളിയല്ലാഹു അൻഹുവിനെ ഈ ലോകത്ത് ഇത്രമേൽ പണ്ഡിതനാക്കിയത് വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നിട്ടുള്ള ഒരു ഉമ്മാന്റെ ശക്തിയാ. അങ്ങനെ നമ്മൾ ഭർത്താക്കന്മാരെയൊക്കെ പ്രചോദിപ്പിക്കേണ്ടത്. മക്കളെ ഇൽമിന്റെ അഹ്ലുകാരാക്കണം. നേരത്തെ സംഘാടകരിൽപ്പെട്ട ഒരു ഉസ്താദ് പറഞ്ഞു, ഈ നാട്ടിൽ മാത്രം 20 സഖാഫിമാർ ഈ നാട്ടിലുണ്ട്. എന്തൊരത്ഭുതം! അൽഹംദുലില്ലാ. ഇനിയും ഉത്തരോത്തരം ബർക്കത്തുള്ള നാടായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അങ്ങനെ നമ്മളെ മക്കൾ ഇൽമിന്റെ അഹ്ലുകാരാവണമെങ്കിൽ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഹലാലായിരിക്കണം. പുതിയ കാലം എന്ന് പറഞ്ഞാൽ തെറ്റൊക്കെ അഭിമാനമാവുന്ന കാലം, ഹറാമുകൾ ഹലാലാക്കാൻ ശ്രമിക്കുന്ന കാലം,
തെറ്റ് ചെയ്യുക, തെറ്റ് സ്റ്റാറ്റസ് വെക്കുക, തെറ്റ് ചെയ്യുക, അതിനെ ന്യായീകരിക്കുക. അങ്ങനെയാ ഈ കാലത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് പോണത്. സീനിയേഴ്സ് ഫുഡ് അടിച്ചു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന്, അത്യാവശ്യം ബില്ലായി. ജൂനിയേഴ്സിനോട് പറയാം നിങ്ങൾ ആലോചിച്ച് നോക്കി എങ്ങനെയുണ്ട് റാഗിങ്ങിന്റെ പുതിയ എപ്പിസോഡ്. ഹലാലല്ലാത്ത ഫുഡ് ഒരു പിടി വയറ്റിലെത്തിയാൽ 30 കൊല്ലത്തേക്ക് നിസ്കാരത്തിന് ഖുശൂ ഉണ്ടാവില്ല എന്നാ മഹാനായ ഇമാം ഷാറാനി റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ മൻഹജുൽ മുത്തഹറിൽ എഴുതി വെച്ചത്. പിന്നെ എങ്ങനെയാ നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളാവുക? എങ്ങനെയാ നമ്മളെ മക്കൾ ഖൈറിന്റെ അഹ്ലുകാരാവുക? അതുകൊണ്ട് ഉമ്മമാരെ, ഉപ്പമാരെ, ഈ വയൽ കഴിഞ്ഞു പോകുമ്പോ ഞാൻ ഈയിടെ അരീക്കോട് ഭാഗത്ത് ഒരു വയലിന് പോയപ്പോ വയൽ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിയിൽ അവിടുത്തെ പ്രധാന സംഘാടകരിൽ ഒരാൾ പറഞ്ഞു, 30 കൊല്ലം മുമ്പ് ഇവിടെ പേരോട് ഉസ്താദ് ഒരു വയലിന് വന്നിരുന്നു. അന്ന് വയലിൽ ഉസ്താദ് പറഞ്ഞു ഒരു മോനെയെങ്കിലും ആലിമാക്കണം എന്ന്. അന്ന് ഞാൻ നിയത്താക്കിയതാ. എനിക്കന്ന് 2 മക്കൾ ആൺകുട്ടികളായിട്ടുണ്ടായിരുന്നു. ആ 2 മക്കളെയും ആലിമീങ്ങളാക്കണം എന്ന്. അൽഹംദുലില്ലാ ഉസ്താദ്, എൻ്റെ 2 മക്കളും ആലിമീങ്ങളാണ്. ഒരാൾ മുദരിസാണ്. ഒന്ന് പേരോട് ഉസ്താദിന്റെ കൂലി, മറ്റൊന്ന് ആ ഉപ്പാന്റെ ഇന്റൻഷൻ. അടിപൊളി നീയത്ത് നന്നായ തന്നെ കാര്യങ്ങളൊക്കെ റെഡിയാവും. ഞാൻ എൻ്റെ സംസാരം നിർത്തുക.